പ്രേയർ തുടങ്ങട്ടെ. പ്രേയർ സ്റ്റാർട്ട് ചെയ്തോളൂ. തോട്ട് ഓഫ് ദ ഡേയും സൈനിങ് ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഈശ്വര കൈകൂപ്പി മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ, ഭൂവിനു കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞൊരെ മാതൃകയായിട്ട് സ്വീകരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നനച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. താങ്ക് യു മാം. തോട്ട് പറഞ്ഞോട്ടെ? തോട്ട് കേക്കാമോ? പറഞ്ഞില്ലേ? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. Okay, signing by Megha. മേലെ മേഘ കുന്നു കേറും വെള്ളിത്തിങ്കൾ ചൂടാനും അല്ലിയാമ്പൽ തണ്ടുപോലെ അമ്മ ചൂടിൽ വാടാനും ഈ ഉടുക്കിൻ ചെമ്പടനാദങ്ങളിൽ ആടാനും വെള്ളിയുടെ വെട്ടം കാണാൻ തഞ്ചി കൊഞ്ചിയ മോളാണ് അമ്മയോളം ചേർന്നു പോകും വളരുന്നേനാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമണ്ണും പൊന്നുണ്ണി വാവയാണ് വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചീരുള്ള ചിങ്കാരി കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാന്ന് ഉണ്ണിക്കാളി പെണ്ണവൾക്ക് ആരിരാരും വേണ്ടാന്ന്. Okay, good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. മാം, ഞാനൊരു ഭക്തിഗാനം പാടിക്കോട്ടെ? പഠിക്കണോ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനെ മുരളി പൊഴിക്കുന്ന ഗാനാല മുരളി പൊഴിക്കുന്ന ഗാനാല ഒരു നേരം കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാരി ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനെ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഹരിനാമ കീർത്തനം ഉണരും പുലരി
ചാർത്തു ഞാനോർത്തു പോകും ഹരിനാമകീർത്തനം പുനരും പുനരേ തിരുവാക ചാർത്തു ഞാനോർത്തു പോകും ഒരു പേരും ഒരു പേരും കാണുമ്പോഴവിടത്തെ തിരുമോടെ കൺമുന്നിൽ നിന്നിമായും തിരുമോടെ കൺമുന്നിൽ നിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യേ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യേനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ആകെതാരിലാർത്തുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ആകെതാരിലാർത്തുവാൻ എത്തിടുമോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയന്റെ മുൻപിലും അടിയന്റെ മുൻപിലും അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യേൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഓക്കെ ശരണ്യ, താങ്ക് യു. ശരണ്യ ആഗ്രഹിച്ചു പാടിയതാണോ? അതെ അതെ, എനിക്ക് ഇഷ്ടമാണ്. ഗുരുവായൂരാണ് വീട്. ഗുരുവായൂരാണ് വീട്. ഓക്കെ, അവസരം തന്നതാണ് പാടിക്കോട്ടെ എന്ന് വിചാരിച്ചു. സമയം നോക്കി 39 കേട്ടോ. അപ്പൊ സൈനിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചേരണെങ്കിൽ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടല്ലോ കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മള് ലയിച്ച് ചേർന്ന് പാടാണ്. ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ള താരാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നവരാത്രിക്ക് ആരംഭിച്ചു അല്ലെ? നവരാത്രിയുടെ 5ാം ദിവസമാണല്ലേ ഇന്ന്? പോയോ? ഇല്ല മിസ്, പോണം മിസ്. മോളെ കൊണ്ട് പോണം. മോൾക്ക് പിന്നെ ചുമയൊക്കെ വന്നോണ്ട് ആ ഒരു ഇതിലായിരുന്നു കൊണ്ടുപോകണം. രാവിലെ തിരക്ക് കുറവാണ്, രാവിലെ സുഖമായിട്ട് തൊഴാം. ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതെയോ? ശരി. വീട് ക്യൂ ഇല്ലാത്ത ടൈം എപ്പോഴാണ് മിസ്? ക്യൂ ഇല്ലടാ. ഇപ്പൊ ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ള ദേവിനെ. അവിടെ നമ്മൾ അടച്ചു കെട്ടി ഒരു വലത്ത് ഇടാൻ പറ്റുള്ളൂ. ഇന്നലെ വരെ നമ്മുടെ 3 വലത്തൊക്കെ തൊടാൻ പറ്റുമായിരുന്നു. അതിസുന്ദരിയായിട്ട് ഇരിക്കുകയാണ് ദേവി. എന്ത് ഭംഗിയാന്നോ കാണാൻ. അതെ മിസ്, കഴിഞ്ഞ പ്രാവശ്യം വല്ലാത്തൊരു ചൈതന്യമാണ് മിസ്. നമുക്ക് വല്ലാത്തൊരു സന്തോഷ ദേവിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറെ നേരം നിക്കണം, പക്ഷെ അവിടെ തിക്കി മാറ്റണം. അവിടെ തിരക്ക് കുറവായിരിക്കും. ഇന്ന് ഞായറാഴ്ച ഒന്നും പോകാനും പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതെ മിസ്, ഞങ്ങളെ അടുത്തായതുകൊണ്ട് ദൂരെന്ന് വരുന്നവര് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും പോവാലോ എന്നുള്ളൊരു. പക്ഷെ ഈ സമയത്ത് നമ്മള് എന്തായാലും പോകും. 30 ദിവസമാണ് നവരാത്രി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഇവിടെ
വിദ്യക്ക് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അതെ മിസ്, മോളെയും കൊണ്ട് പോണം തന്നെയാണ്. അപ്പൊ 9 ദിവസം ദേവിക്ക് 9 ഭാവങ്ങളാണ്. ഇന്ന് സ്കന്ദനാഥയാണ് അല്ലെ? അതെ. അതായത് സ്കന്ദന മടിയിലിരിക്കുന്ന ഭാവമാണെന്നുള്ളത്. വൈകുന്നേരമാണ് മറ്റേ അലങ്കാര ശാന്തി. രാവിലെ മറ്റേ നമ്മുടെ സ്വർണ്ണ രൂപത്തിൽ തന്നെയാണ്. വൈകിട്ടാണ് നല്ല ഭംഗിയായിട്ട്. അപ്പൊ ശാന്തിമാല നമ്മൾ സമ്മതിക്കണം. എത്ര ഭംഗിയായിട്ട് ഒരുക്കണമെന്ന് അറിയോ? ശരിക്കും സ്ത്രീകൾ ഒരുക്കാൻ എനിക്ക് തോന്നുന്നു പുരുഷന്മാരാണ് ഏറ്റവും മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടില്ലേ? ആണുങ്ങളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നന്നായിട്ട് ചെയ്ത് അതേപോലെ തന്നെ ഭംഗിയുണ്ട്. അപ്പൊ മുഖാബിൽ പോവാൻ പറ്റുന്നവരൊക്കെ പോവാട്ടോ. എന്തായി നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്? അതിങ്ങനെ ഭംഗി പിടിച്ച് നിൽക്കുകയാണ്. മിസ്, കഴിഞ്ഞ ആഴ്ചത്തെ വർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് കയറിയില്ലായിരുന്നില്ല. അപ്പൊ ഒന്ന് കാണിച്ചോട്ടോ. കാണിച്ചോ. ബാക്കി എല്ലാവരും കാണിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് വരച്ചതാണോടോ ഒപ്പിച്ചതാണോ പേസ്റ്റ് ചെയ്തതാണോ മേഘ? വരച്ചതാ മിസ്സേ. വരച്ചതാണോ? ഓക്കെ. ഈ കുഞ്ഞിന് കുറച്ച് വെയിറ്റ് കുറവാണല്ലേ? എന്താ മിസ്സേ? ഈ കുഞ്ഞിന് കുറച്ച് വെയിറ്റ് കുറവാണ്. അധികം വണ്ണമില്ലാത്ത കുട്ടിയാണ്. പോഷകാഹാരം കുറച്ചേ കഴിച്ചോളൂ. അതെ, മേഘ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല, അതാണ്. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വർക്ക് സൂക്ഷിച്ചു വെക്കണേ. നോക്കിയതൊക്കെ വൈവയുടെ സമയത്ത് ആവശ്യമുണ്ട്. പിന്നെ ഇന്നൊരു സങ്കടമുള്ള ദിവസവും കൂടിയാണ്. ഇന്ന് ഒരു ബാച്ചിന്റെ ക്ലാസ് നമുക്ക് കഴിഞ്ഞു, അവസാനിച്ചു. MT8 എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നല്ലൊരു ബാച്ചാ. എനിക്ക് അവിടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഒരു ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അവർക്കൊന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് കരയണം. അപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് കരഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ഭയങ്കര സങ്കടമായി. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് പോർഷൻ എടുക്കാനുണ്ടായിരുന്നു. ആ പോർഷനിൽ നിന്ന് റിലേറ്റ് ചെയ്താണ് നമ്മള് ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫാമിലിയാണ് അത്. ശരിക്കും ഒരു 90-ന് മേലെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് മിക്ക ക്ലാസ്സിലും. ഇപ്പൊ പിന്നെയാണ് 60-70-ലൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഭയങ്കര സങ്കടത്തോടെ പിരിഞ്ഞു പോയൊരു ബാച്ചാണ്. അപ്പൊ നിങ്ങളും അതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ പതിയെ പതിയെ. നമുക്ക് ഫൈനൽ എക്സാം എന്നായിരിക്കും വരുന്നത്? എന്തോ ഫൈനൽ എക്സാം എന്നായിരിക്കും വരുന്നത്? ഏത് മാസമായിരിക്കും? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എന്താണ്? ജൂണിലാണ്. നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എപ്പോഴാണ്? 11 മാസം 12 മാസം അങ്ങനെ പറഞ്ഞേക്കുന്നേ. അപ്പൊ എപ്പോഴാവും ഓർമ്മയുണ്ടാവും? PGക്ക് 3 മാസം കൂടുതലല്ലേ മിസ്? 3 മൊഡ്യൂള് 2 മൊഡ്യൂള് കൂടുതലാന്നല്ലേ പറഞ്ഞേ? PGക്കാർക്ക് സെപ്പറേറ്റഡ് ആയിരിക്കുള്ളൂ. PGക്കാർ വേറെ ബാച്ചിലൂടെ. ഇപ്പൊ നിങ്ങൾ PG ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഡിപ്ലോമക്കാരെ മാത്രം ഒരിക്കലുണ്ടാവും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അനുഭവങ്ങൾക്ക് വിഷമമായിരിക്കും. അയ്യോ, ഞങ്ങളെല്ലാരും ഒരേപോലെയാണ് മിസ്. അതെ, ഞങ്ങള് വേർതിരിക്കരുത്. അതെ, ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരിക്കും. നമ്മള് നോർമലി ആയിട്ട് പോണതാണ്. ഇപ്പൊ കുട്ടികളൊക്കെ അറിയണതിന്റെ കാര്യം അത് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരും. മിസ്സിന് ഏറ്റവും കൂടുതൽ ആരെയായിട്ടായിരുന്നു അറ്റാച്ച്മെന്റ് കഴിഞ്ഞ ബാച്ചില്? MTC ഇപ്പൊ നാളെ കോൺവൊക്കേഷൻ ഉണ്ട്. 6 and 7 ഉണ്ട്. 6 എന്റെ സ്വന്തം ക്ലാസ് ആയിരുന്നു. 6ലെ പിള്ളേരും അതെ, നല്ല പിള്ളേരാണ്. സ്നേഹം, പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരാണ്. വലിയ ആക്റ്റീവും അല്ല, എന്നാ വലിയ പ്രശ്നക്കാരും അല്ല. അപ്പൊ നാളെ കുറെ പേര് വരാൻ പറ്റില്ല. കുറെ പേര് ഗൾഫിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അങ്ങനെ കുറെ വിഷമമുള്ളവരുണ്ട്. മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ പ്രാക്ടിക്കലി എനിക്ക് കാണാൻ പറ്റിയില്ല അവരെ. അപ്പൊ അവരെ കാണാനേ പറ്റില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ഓൺലൈൻ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് കാണാനൊരു ക്യൂരിയോസിറ്റി നമുക്ക് നോർമലി വരും. എല്ലാവരും കണ്ടാലോ എന്നുള്ളത്. അതങ്ങനെയാണ്. നമ്മൾ മനുഷ്യരല്ലേ. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഓൺലൈനിൽ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ശരി.
പിന്നെ MTH അതിനൊന്നും പറയാനില്ല. MTH ഏറ്റവും ബെസ്റ്റ് ബാച്ച് ആയിരുന്നു. അതാണ് ഇപ്പൊ കഴിഞ്ഞത്. കഴിഞ്ഞ വെച്ച് കഴിഞ്ഞാൽ October 3 ഡിഷൻസിന്റെ ക്ലാസ് കൂടി തീരുള്ളൂ. എന്റെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ആക്ടിവിറ്റി ഒക്കെ എവിടെ വരെയായി? വേറെ എന്തെങ്കിലും തന്നിരുന്നോ? മിസ് കാർട്ടൂൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നെക്സ്റ്റ് വീക്കിൽ ഒരാളില്ല. ഒരാള് എന്തോ നാട്ടില് പോകുന്ന ഒരു ഇതിലാണ്. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്കിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ഒരാളില്ല, വേറൊരാളെ ആഡ് ചെയ്തോളൂ. അത് മതിയില്ലേ? അല്ല മിസ്സേ, ആള് നാട്ടിലോട്ട് വരിക. ആളിപ്പോ ദുബായിലായിരുന്നു. ആള് ഇന്നലെ കേട്ട് നാട്ടിലോട്ട് വരുന്ന പറഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നുകൂടി പ്രിപ്പയർ ആയിട്ട് നെക്സ്റ്റ് വീക്കില് മിസ്സിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ശരി, ഇതിലേക്ക് എന്താ വയ്യേ? മുഖം വല്ലാത്ത ഒരു തലവേദന ഉണ്ടായിരുന്നു. അല്ല മിസ്, ഇങ്ങനെ കൂടി പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വേറെ ആവുമല്ലോ എന്നും കൂടി ചിന്തിച്ചു പോയി. അയ്യോ, തലവേദന അല്ലേ മിസ്, അതിന്റെ വിഷമമാണ്. അപ്പൊ മിസ് പറഞ്ഞില്ലേ അതിന്റെ വിഷമത്തില്. അതിന്റെ തലവേദനയായി. എന്തായാലും ഒരിക്കലും തിരിയണം നമ്മളെല്ലാവരും അല്ലേ? പക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും തോന്നി. ഇപ്പൊ ടെക്നോളജി കൊണ്ടുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ കോണ്ടാക്ട്സ് നിലനിൽക്കാം. അതൊക്കെ എങ്കിലും ആ ഒരു ഈ 1.5 to 2.5 സമയത്ത് അത് നിങ്ങൾ ശരിക്കും മിസ് ചെയ്യും ആ സമയം കേട്ടോ. നമ്മള് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത് അല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. റീഡ് ചെയ്യാൻ പറയുന്നു മിസ് ചെയ്ത്. അത് നിങ്ങളോട് വായിച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ എനിക്ക് കിട്ടല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ലാസ്റ്റ് വന്നത് മിക്കവാറും ഫ്രൈഡേ ആയിരിക്കുള്ളൂ അല്ലേ? ഒരു ക്ലാസ് അവസാനിക്കുന്നത് മിക്കവാറും നിങ്ങളായി തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ആരും മോശമായിട്ട് കാര്യമൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല ബോൾഡ് ആയിട്ട് ഇരിക്കണം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ബോൾഡ്നെസ് ഒക്കെ വരും. അവര് ഡിഫറൻസ് മെക്കാനിസവും എല്ലാ സൈക്കോളജിയും പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു സമയമായപ്പോ എല്ലാവരും പൊട്ടിക്കിറക്കും. പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ചില സമയത്ത് നമ്മള് കരഞ്ഞു പോകും അല്ലെ? അല്ല മിസ്, അപ്പൊ ക്ലാസ് കഴിഞ്ഞു, ഇനിയിപ്പോ അവർക്ക് ഓൺലൈൻ ആയിട്ടില്ല? ഇനി 2 ക്ലാസ്സും കൂടി ഉള്ളൂ. അപർണാസിന്റെ ഉണ്ട്, ജിഷാൻസിന്റെ ഒരു ക്ലാസ് ഉള്ളൂ. ഇനി എക്സാം ആയി. അവരുടെ വൈകി നടന്നിരിക്കുകയാണ്. ടീച്ചറെ, അപ്പൊ ഈ PGക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒന്നിച്ചാണ് ഗ്രാജുവേഷൻ? പിജിക്കാർക്കും മനസ്സിലായില്ല. ഡിപ്ലോമ പഠിക്കുന്നവർക്കും PG പഠിക്കുന്നവർക്കും ഒന്നിച്ചായിരിക്കും ഗ്രാജുവേഷൻ വരുന്നത്? അത് ഒന്ന് നോക്കണം. അത് ചിലപ്പോ നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഡിപ്ലോമയാണ് ആദ്യം കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ആയിരിക്കും ആദ്യം കോൺവൊക്കേഷൻ വരുന്നത്. അത് കൺഫേം ആക്കിയിട്ട് പറയാം. ഇല്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ആക്കുന്ന രീതിയിലാക്കാം കേട്ടോ. എല്ലാരും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയത്. അത് നോക്കാം. വെയിറ്റ് കേട്ടോ. ഇത് വായിച്ചായിരുന്നോ നിങ്ങള്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. Okay. The physical development of an individual is found to be influenced by the both hereditary and environmental factors. Some of the important factors that affect physical growth and development. Physical growth, physical development affect ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെറിഡിറ്ററി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? പാരമ്പര്യവും അതുപോലെ തന്നെ പാരിസ്ഥിതിക ഘടകങ്ങളും ഒരു കുട്ടിയുടെ എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The traits and characteristics inherited at the time of conception. The traits and characteristics inherited at the time of conception. എന്താണ് പറയുന്നത്? ഗർഭധാരണ സമയത്ത് നടക്കുന്ന പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഗുണങ്ങളും പിന്നെ ക്യാരക്ടേഴ്സ് അല്ലേ? അതായത് പ്രഗ്നൻസി പീരീഡിൽ കിട്ടുന്ന എല്ലാത്തരം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ സവിശേഷതയും കുഞ്ഞിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ അല്ലെ? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് ഗർഭധാരണ സമയത്തെ? പ്രധാനമായിട്ടും എന്താണ് പറയേണ്ടത്? നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ അല്ലെ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ്,
പിന്നെ പ്രത്യേകമായിട്ടും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് അല്ലെ. പോഷകാഹാരങ്ങൾ എത്രത്തോളം ലഭ്യമാകും അതിനനുസരിച്ചിട്ടാണ് കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഗർഭധാരണത്തിന്റെ ആ പീരീഡിലുള്ള സവിശേഷതകളാണ്. രണ്ടാമത് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ആസ് വെൽ ആസ് മെന്റൽ ഹെൽത്ത് ഓഫ് ദ മദർ ഡ്യൂറിംഗ് ടൈം ഓഫ് പ്രഗ്നൻസി. ആണോ? ശരിയാണോ? അതെ മിസ്, അമ്മയുടെ ആ ടൈമിലുള്ള ഒരു മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അമ്മ എങ്ങനെയായിരിക്കണം ഒരു പ്രഗ്നൻസി ടൈമില്? ഹാപ്പി ആയിരിക്കണം, പോസിറ്റീവ്ലി തിങ്കിങ് ആയിരിക്കണം എപ്പോഴും. മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിലും നമ്മൾ എങ്ങനെയായിരിക്കണം? ഫിസിക്കലിയും കൂടി നമ്മൾ ഹെൽത്തി ആവണം അല്ലെ. ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ശാരീരിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മാനസിക ആരോഗ്യം നമുക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഒരു പ്രഗ്നൻസി പീരീഡ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങളെല്ലാവരും ഇതേപോലെ ഹാപ്പി ആയിരുന്നോ? എന്താണ് അത്? ഹാപ്പി അല്ല. ഇപ്പൊ ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ അറിയാം, ഇനി കുറച്ചുകൂടി പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്? മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് റീഡിങ് നല്ലതാണ് മിസ്. നല്ല നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക. പാട്ടുകൾ കേൾക്കാം. പിന്നെ കോമഡി സീൻസ് വായിക്കാം. കോമഡി. ഓക്കെ, പിന്നെന്താണ്? ഡ്രോയിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യാം മിസ്. നാമം ജപിക്കുക. നടക്കുന്നതൊക്കെ നല്ലതാണ്. നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ 9 മാസം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു നോക്കൂ, നോർമൽ ആയിട്ട് ഡെലിവറി നടക്കും. ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ്. നന്നായിട്ട് നടക്കണം, 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് നടക്കാം. റെസ്റ്റ് ചെയ്ത് നടക്കൂ, നല്ല നോർമൽ പ്രഗ്നൻസി ആവുള്ളൂ. ഉറപ്പ് വരെയാണ് കേട്ടോ. നടക്കത്തിനേക്കാൾ വലിയൊരു പ്രഗ്നൻസി എക്സസൈസ് വേറെ ഇല്ല. ഓക്കെ, ഞാൻ കുറെ നടന്നിട്ടുണ്ട് മിസ്. അങ്ങനെയായിരുന്നു മേഘം? അതെ, ഞാൻ ഫുള്ള് നടത്തൽ തന്നെയായിരുന്നു. വണ്ടിയിൽ പോവാനൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയാ, വയറൊക്കെ വേദനയായിരുന്നു വണ്ടിയിലൊക്കെ പോകുമ്പോ. ഇനി നിങ്ങൾക്ക് സ്പേസ് ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റഡ് ആയിട്ട് നടന്നാൽ മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം അല്ലെ, അവരുമായിട്ട് സംസാരിക്കുന്നത് മെന്റൽ ഹെൽത്തിന് ഒരുപാട് സപ്പോർട്ടീവ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഒരു പീരീഡ് വരെ നമുക്ക് എന്താണ് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകാൻ പറ്റില്ല. ഒരു പീരീഡ് വരെ പോകാൻ, അങ്ങനെ പോകാൻ പറ്റുന്നതും മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നല്ല ചിന്തകള് നമുക്ക് വരണമെങ്കിൽ, നന്നായിട്ട് നമ്മൾ നല്ല തോട്ട്സ് വന്നെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല തോട്ട്സ് വന്നെങ്കിൽ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് എന്ത് ചെയ്യണം? നല്ല ഉറക്കം, പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കാം. പിന്നെ സംസാരിക്കുന്നവരുടെ കൂടെ കൂടുതൽ അല്ലെ, പോസിറ്റീവ് ആയിട്ടിരിക്കാം. നിങ്ങൾ എല്ലാവരുടെയും പ്രഗ്നൻസി പീരീഡ് എല്ലാവർക്കും ടെൻഷനാണ് അല്ലെ. ഒരു കാരണവശാലും നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കാം. നമ്മള് നെഗറ്റീവായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവിൽ തന്നെ എത്തിച്ചേരുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിച്ചു കൊടുക്കും, അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ എല്ലാം പോകും. അപ്പൊ അങ്ങനെയൊക്കെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മള് ദേഷ്യം കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ ദേഷ്യം നമ്മൾ സംഭവിക്കും, നമുക്ക് ക്ഷമയില്ലാതെ നമ്മൾ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ. ഓക്കെ, അപ്പൊ ദേഷ്യം കയറുന്നതിനനുസരിച്ച് എല്ലാം ഈ കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേഷ്യം, വാശി, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടിത്തെറികളെല്ലാം തന്നെ കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോവാതെ മാക്സിമം മെന്റൽ ചിന്തകളെല്ലാം വളരെ സമാധാനപരമായിട്ട് ഒരു റുട്ടീനൊക്കെ തയ്യാറെടുത്ത് പോവാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെയധികം ഓക്കെ. പിന്നെ അതുപോലെ എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇതിനെല്ലാം നമ്മുടെ സിറ്റുവേഷൻ കൂടി വേണം അല്ലെ. നമ്മുടെ സാഹചര്യം, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഇതേപോലെ ആയിരിക്കും അല്ലെ. അപ്പൊ അവരെയല്ലേ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കാറില്ല. പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവർക്കത് ചിലപ്പോ അറിയാത്തതുകൊണ്ടാണ്. നമ്മൾക്കറിയാലോ അവരെന്ത്, ഇപ്പൊ ആൾക്കാരെന്തെങ്കിലും ഒക്കെ പറയുമല്ലേ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഓക്കെ ആയിരിക്കും.
ഓക്കെ തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വോംബ് ഓഫ് ദ മദർ. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ ദ വോംബ് ഓഫ് ദ മദർ. എന്താണ്? സമൃദ്ധമായിട്ടുള്ള ആഹാരം ലഭിക്കുന്നത്. കുട്ടി ആയതിനു ശേഷമുള്ള ന്യൂട്രീഷൻ ആണോ? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എന്തോ അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ കുട്ടിക്ക് കിട്ടുന്ന ന്യൂട്രീഷൻസ് ആണ് അല്ലെ? നമ്മുടെ ഗർഭപാത്രത്തിലൂടെയാണ് അല്ലെങ്കിൽ അതിനകത്തേക്കാണ് എല്ലാ ന്യൂട്രീഷൻസ് കുട്ടി റിസീവ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ന്യൂട്രീഷൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോട്ടീൻസ്, പിന്നെ ഏറ്റവും പ്രോട്ടീൻസ്, ഇമ്പോർട്ടന്റ് കാൽഷ്യം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് മിസ്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രഗ്നന്റ് വുമണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണം ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ് പച്ചക്കറികൾ. കുട്ടിയുടെ കണ്ണിന് വെള്ളം ധാരാളം കുടിക്കണം. വെള്ളം കുടിക്കണം, ചെറുപയർ വർഗ്ഗങ്ങൾ കഴിക്കണം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പാലും മുട്ടയും പിന്നെ വേറൊരു കാര്യമുണ്ട് മിസ്, ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി മറിയും. ഡോക്ടേഴ്സ് ഇങ്ങോട്ട് പറയും ഇന്നത് കഴിക്കാൻ പാടുള്ളൂ. സാമ്പാറൊക്കെ കഴിക്കാന്ന് പറയും, സജസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കുണ്ടായിരുന്നു മിസ് ഷുഗർ. ഒരു കാര്യം ഇപ്പൊ സാമ്പാർ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നലെ പനീർ ബട്ടർ മസാല ഇല്ലേ, പനീർ ബട്ടർ മസാല കഴിച്ചപ്പോ ജയശ്രീനെ ഞാൻ ഓർത്തോട്ടോ. എന്താന്നറിയില്ല, എന്റെ പിള്ളേരെ ഓർക്കണം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ ബട്ടർ. എന്താന്നറിയില്ല, ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ജസ്റ്റ് ഞാൻ ഓർത്തത് പെട്ടെന്ന് ഈ ചിരിക്കാൻ ഫേസ് ആണ് പെട്ടെന്ന്. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ഓൾറെഡി വെജിറ്റേറിയൻ അല്ലേ ജയശ്രീ? യെസ് മിസ്. ഇനി എപ്പോഴും ഓർക്കണം മിസ്, അങ്ങനെങ്കിലും മിസ് ഓർക്കുമല്ലോ. നമ്മൾ ഒരേ നാട്ടുകാരല്ലോ, നമ്മൾ ഓർക്കും. മിസ്, ഈ ഗർഭകാലത്ത് നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളെ കുഞ്ഞിനെ അത് എഫക്ട് ചെയ്യുന്നുള്ളത് സത്യല്ലേ? സത്യമാണ്. അതേ ഇമോഷൻസ് ഒക്കെ റിസീവ് ചെയ്യും അല്ലെ? നമ്മുടെ ന്യൂട്രീഷൻസ് റിസീവ് ചെയ്യുന്നത് പോലെ തന്നെ ഇമോഷൻസും റിസീവ് ചെയ്യും. നമ്മള് അടുത്തൊരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്, അടുത്ത ചാപ്റ്ററിൽ അതിലോട്ടാണ് നമുക്ക് പോകുന്നത്. കാരണം ആ സമയത്തായിരുന്നു എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ സുഖമില്ലാതെ ഇരുന്നത്, ക്യാൻസർ ആയിരുന്നു. അപ്പം കുഞ്ഞ് പ്രസവിച്ച് എന്താണ് 4ന്റെ അന്ന് തന്നെ കുഞ്ഞിന് ഹാർട്ടിന് ഹോളായിട്ട് ഒരു ബുദ്ധിമുട്ട് വന്ന് അത് 6ആം മാസം സർജറി കഴിഞ്ഞ് ഹാർട്ടിനും പിന്നെ പമ്പിങ്ങിന്റെ അവിടെ ബ്ലോക്കും വന്ന് അതിന് സർജറി ചെയ്ത് ഇപ്പം 2 വയസ്സായപ്പോ കുഞ്ഞിന് ചെറുതായിട്ട് അപസ്മാരത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന് ഇപ്പം അതിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുഞ്ഞിന് 3 വയസ്സ് കഴിഞ്ഞു. ശരി, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അപസ്മാരം എന്ന് ഉദ്ദേശിക്കുന്നത് സീഷർ അല്ലേ, ഫിക്സ് അല്ലേ പറയുന്നത്? ഫിക്സ്, പക്ഷെ സാധാ ലെവലിലല്ല വന്നത്. കുഞ്ഞിനിങ്ങനെ പെട്ടെന്നൊരു ഷോക്ക് പോലെ, കുഞ്ഞിനൊരു ക്ഷീണം വരിക, ഛർദിക്കുക, പിന്നെ ഒരു ഭാഗത്തേക്ക് മാത്രം ഐസ് ഇങ്ങനെ നിൽക്കുക, പിന്നെ കുഞ്ഞ് ഓർമ്മയില്ലാത്ത രീതിയിലേക്ക് ആയിട്ട് പോവുക. സീഷറാണ്. അല്ല, എന്റെ കുടുംബത്തിലും ഹസ്ബൻഡിന്റെ കുടുംബത്തിലും ആർക്കും ഇല്ല. കാരണം എന്റെ മോളെ വയറ്റിലുള്ള സമയത്ത് 1 മാസം മുതൽ 9 മാസം വരെ ഒരു നേരം പോലും റെസ്റ്റ് എടുക്കാതെ ഞാൻ ഹസ്ബൻഡിന് തീരെ സുഖമില്ലാത്തതായോണ്ട് ഒരു സമയത്ത് പോലും റെസ്റ്റ് ഇല്ല, ഫുള്ള് ടെൻഷനും കാര്യമായിരുന്നു. പക്ഷെ ഡിസ്റ്റർബിൾ വരുന്ന സമയത്ത് വരുന്ന അസുഖമല്ല ഫിക്സ്. ഇമോഷണലി ബാധിക്കുന്നത് കുട്ടികൾക്ക് ദേഷ്യം, വാശി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിൽ നിന്ന് റിസീവ് ചെയ്യുന്നത് അല്ലെ. ഇത് ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് മൂലം വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പനി വരുമ്പോഴാണ് ഫിക്സ് വരുന്നത്. പനിയൊന്നുമില്ല, ഒന്നുമില്ലാത്ത സമയത്താ വരും. അപ്പൊ അത് ട്രീറ്റ് ചെയ്യണം കേട്ടോ. 7 വയസ്സ് വരെ നിർബന്ധമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. 7 വയസ്സ് വരെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാം. അല്ല, CT എന്താണ് EG ഒക്കെ എടുത്ത് ഇപ്പം 2 വർഷം കണ്ടിന്യൂസ് EG ചെറുതായിട്ട് ഒരിതുണ്ട്, പക്ഷെ MRI കുഴപ്പമില്ല. അപ്പം 2 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണം തന്നെ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിൽ ഇപ്പൊ ഒരു വട്ടം ഞാൻ നാട്ടിലേക്ക് പോയി ഓണത്തിന്റെ സമയത്ത്. എന്റെ കല്യാണം കഴിച്ചത് കരുനാഗപ്പള്ളിയാ, കൊല്ലം.
പക്ഷെ എന്റെ സ്വന്തം ഞാൻ കാര്യം പറയട്ടെ, 2 വർഷം വരെ മരുന്ന് കഴിക്കാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ 7 വയസ്സ് വരെ കുട്ടികളെ ശ്രദ്ധിക്കണം. 7 വയസ്സ് വരെ വരുന്നത് നോർമൽ ഫിക്സ് ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത്. 7 വയസ്സ് വരെ നമ്മുടെ പനി വരുന്ന സമയത്തും അതിന് സീഷറുകളും വരുന്നുണ്ട്. ടാബ്ലറ്റ് ഉണ്ടാവും, അത് കൊടുക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പീഡിയാട്രിഷനെ കണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരുപാട് ടെൻഷനുള്ള സിറ്റുവേഷൻസ് കൊടുക്കാതിരിക്കുക. ടെൻഷൻ ആവുന്ന സിറ്റുവേഷൻസ് കൊടുക്കരുത് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് പിന്നെ എപ്പോഴും സപ്പോർട്ട് കൊടുക്കുക. പക്ഷെ ആൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റുകയും വേണം. അമ്മയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാതെ ഇൻഡിപെൻഡന്റ് ആക്കുകയും വേണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ആള് ഫുൾ ആക്റ്റീവാ, ഒരു പൊടി അടങ്ങി നിൽക്കൂല. അതുകൊണ്ടൊരു സമാധാനം. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? പോയി ഗർഭപാത്രത്തിനുള്ളില് ഭ്രൂണത്തിൽ ലഭിക്കുന്ന പോഷകാഹാരം. ഓക്കെ, അത് കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്താണ്? ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ദ ബർത്ത്. ന്യൂട്രീഷൻ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ആഫ്റ്റർ ബർത്ത് എന്താണ്? പ്രസവശേഷം കുഞ്ഞിന് ലഭിക്കുന്ന ന്യൂട്രീഷൻ. ഓക്കെ, അപ്പോ രണ്ട് രീതിയിൽ ന്യൂട്രീഷൻസ് അവിടെ റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് ഗർഭകാലത്തും ഗർഭകാലത്തിന് ശേഷം അല്ലെ, കുഞ്ഞ് ബർത്തിന് ശേഷം എന്താണ് ന്യൂട്രീഷൻസ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ ജനനത്തിന് ശേഷം, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ജനിച്ച 6 മാസം വരെ ഏത് ന്യൂട്രീസ് ഫുഡാണ് കൊടുക്കേണ്ടത്? ഏതാണ് 6 മാസം വരെ കൊടുക്കേണ്ടത്? ജനിച്ചതിന് ശേഷം 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ്, മുലപ്പാല് കൊടുക്കണം. 6 മാസം വരെ മുലപ്പാലാണ് കൊടുക്കേണ്ടത് നിർബന്ധമായി. അതിനുശേഷം എന്തൊക്കെ പോഷകാഹാരങ്ങൾ കൊടുക്കാം? കുറുക്ക് കൊടുക്കാം. കുറുക്ക്, റാഗി കൊടുക്കാം. ഓരോരുത്തർ പറഞ്ഞാൽ രാഗി. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത് പറയാനാണ് മൈക്ക് ഓഫ് ചെയ്ത് കേട്ടോ. ഇത് നമ്മുടെ ക്ലാസ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കല്ലേ, അപ്പൊ നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ കമ്പനം കൊള്ളുള്ളൂ. വെന്റിലേഷൻ ഒന്നുമില്ല, അത് കണ്ടോ? അതൊന്നുമില്ല, വെന്റിലേഷൻ ഒന്നുമില്ല, ഒരു എയർ സർക്കുലേഷൻ പോലും ക്ലോസ്ഡ് ആണ്. ഓഡിയോ ഓൺ ആക്കുമ്പോ അത് ഡിസ്റ്റർബൻസ് വരുന്നതാണ്. അതെ, ഓഡിയോ ആണെന്ന് മിസ് നോട്ട് ചെയ്തോളൂ. ആരുടെയും മനസ്സിലാവുന്നില്ല. എനിക്ക് നിങ്ങളെ കുറച്ചു പേരെ കാണാൻ പറ്റുള്ളൂ സ്ക്രീനില്. ബാക്കി ഇപ്പൊ 1, 2, 3 ഒരാളെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ, അതാരാ? യെസ്. അപ്പൊ ആഫ്റ്റർ ചൈൽഡ് ബർത്തിന് ശേഷം, അങ്ങനെ പ്രസവ സമയത്ത് ജനനത്തിന് ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന പോഷകാഹാരം അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ഓക്കെ, absence of physical defects, illness and diseases. Presence or absence of physical defects, illness and diseases. എന്താണ് presence or absence physical defects എന്ന് പറയുന്നത്? ശാരീരിക രോഗങ്ങള്, അതായത് കുട്ടി ഫിസിക്കലി ഓക്കെ ആവണമെങ്കിൽ. എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏത് കാറ്റഗറിയാണ് അത്? ഫിസിക്കൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്, ശാരീരിക വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അനുമോളെ പറഞ്ഞേ. കണ്ണിന് കാഴ്ചശക്തി, പിന്നെ ചെവി കേൾക്കാത്ത കുട്ടികളുണ്ടാവും, പിന്നെ നടക്കാൻ പറ്റില്ലാത്ത കുട്ടികളുണ്ടാവും. അതാണോ ഫിസിക്കൽ ഡിഫക്ട്സ്? എന്തൊക്കെ വൈകല്യങ്ങൾ വരാം ശരീരത്തിന്? ഫിസിക്കൽ ഡിസബിലിറ്റി ആണ്. ശാരീരിക വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്? നിങ്ങൾ എല്ലാവരും പറയണതിൽ ഭയങ്കര പകർച്ചയുണ്ട്, ശബ്ദം ക്ലിയർ അല്ല. ഒരാള് മാത്രം പറഞ്ഞേ. വളർച്ച മുരടിച്ചു പോകുന്ന അവസ്ഥയാണോ മിസ്സേ? എന്തോ
പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് നടക്കാത്ത കാലുകൾക്കും കൈകൾക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാകാതിരിക്കുന്നു. കൈകാല് വളർച്ച അല്ലെങ്കിൽ നമ്മളിപ്പോ പറയില്ലേ എന്തെങ്കിലും വൈകല്യങ്ങൾ എന്ന് പറയുമ്പോ ചിലപ്പോ എന്താ പറയാ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഏതെങ്കിലും വളർച്ചക്കുറവ് വരുന്നത്. അപ്പൊ ഏതൊക്കെ അവയവങ്ങൾക്കാണ് വളർച്ചക്കുറവ് വരാറ്? എന്താണ് മതിയ കാലിന്, കൈക്ക്, അങ്ങനെയൊക്കെ വിരലുകളില്ലാതെ ഉണ്ടാവില്ലേ ഓരോ അവയവങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചില കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെവി പകുതി ഉണ്ടാവുള്ളൂ, ചെവി പകുതി വളർന്നിട്ടുണ്ടാവുള്ളൂ, മൂക്കിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും, പിന്നെ ഇത് നമ്മുടെ കാർഡിയലുകള് ഒരു കോർണറിലേക്കായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ബോഡിയിലേക്ക് ഷോൾഡറിലായിട്ട് ചുണ്ടിന് മുറിച്ചുണ്ടായിട്ട്, പിന്നെ അതേപോലെ തന്നെ മൂക്ക് ഇങ്ങനെ പതിഞ്ഞതായിട്ട്, അങ്ങനെ ഒരു പേരുണ്ട്. ചില കുട്ടികളെ തല വലുതായിരിക്കും മിസ്സേ, ചില കുട്ടികളെ തല നല്ല കൂടുതൽ ചെറുതായിട്ടുള്ള കുട്ടികളുണ്ട് അല്ലെ? നെഞ്ച് മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ. പിന്നെ അത് പറഞ്ഞ പോലെ എന്താണ് മറ്റ് ഡിഫറൻസുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? കേൾവി ശക്തി കുറവ്, കാഴ്ചയില്ലാത്തത്, ഓക്കെ, അതെല്ലാം ഇതിൽ ഉൾപ്പെടാൻ ഫിസിക്കൽ ഡിഫറൻസിൽ വരുന്നതാണ്. ഇൽനെസ് ആൻഡ് ഡിസീസസ്. എന്തൊക്കെയാണ് ഇൽനെസ് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്? പോളിയോ, ഈ ഒരു സമയത്ത് കുട്ടിക്ക് സംഭവിക്കുന്ന എക്കോ വരുന്നുണ്ടോ? വരുന്നുണ്ട് മാം. ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആവുന്നില്ല മിസ്, ക്ലിയർ ആവുന്നില്ല, ഭയങ്കര എക്കോ ആണ്. ഇപ്പൊ കുഴപ്പമില്ല മിസ്, ഇപ്പൊ ഓക്കെയാണ് മാം. ഒരു മിനിറ്റ് നോക്കട്ടെ. കേൾക്കാമോ? ഓക്കെ കേൾക്കാം. ഇപ്പൊ നമ്മള് പറയാറില്ല, ചില കുട്ടികൾ ജനിച്ച ഉടനെ ഇപ്പൊ വൈകല്യങ്ങളല്ലാതെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണ് അല്ലെ? ഇപ്പൊ നമ്മള് പേര് കേൾക്കാത്ത രീതിയിലുള്ള ചില നമ്മുടെ ചികിത്സ സഹായം നേടുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ ന്യൂസില്? അതിൽ എഴുതിയിരിക്കുന്ന രോഗങ്ങൾ കണ്ടോ? നമ്മൾ കേൾക്കാത്ത പോലത്തെ രോഗങ്ങളായിരിക്കും അല്ലെ? തലയിൽ ഒരു എന്തോ വളരുന്നത്, അല്ലെങ്കിൽ കാലിനോ അല്ലെങ്കിൽ മറ്റവയവങ്ങളിലൊക്കെ എന്തൊക്കെയോ വളർച്ച കൂടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരം ജോലിയുടെ അടിയിൽ കൂടുന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചികിത്സാ സഹായം നേടുന്നത് കാണാറുണ്ട് അല്ലെ? അപ്പോ ആ കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരിക്കലും പിന്നീട് അങ്ങോട്ട് ഒരു ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നില്ല അല്ലെ? അവരുടെ വളർച്ച അവിടെ മുരടിക്കുകയാണ്. പിന്നെന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുഞ്ഞിനെ രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇതൊന്നും ഇല്ലാതെ ഒരു ഫിസിക്കൽ ഡിഫക്ട്സും ഇല്ല, നോർമലായിട്ട് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്താണ്? അസുഖങ്ങളൊന്നും തന്നെ പിടിപെടാത്ത കുട്ടികളാണെങ്കിൽ എന്താണ്? അവരുടെ ശാരീരികമായിട്ടുള്ള വികസനത്തിന് യാതൊരുവിധ തടസ്സങ്ങൾ ഉണ്ടാവില്ല അല്ലെ? ഒരു നോർമൽ സ്റ്റേജിൽ വളരുന്നത് പോലെ തന്നെ കുട്ടികള് വളരും. അപ്പോ ഇവിടെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കുട്ടീന്റെ ഫിസിക്കൽ ഡിഫക്ട്സും ഇൽനെസ്സും, അതായത് ശാരീരിക വൈകല്യങ്ങളും അസുഖങ്ങളും അവന്റെ ശാരീരികമായിട്ടുള്ള വികസനത്തിനെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെ തടസ്സപ്പെടുന്ന ഫാക്ടേഴ്സ് ആണ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡിഫക്ട്സ്, ഇൽനെസ് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി ലിവിങ് കണ്ടീഷൻ. ഒരു കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻ അവന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ? ലിവിങ് കണ്ടീഷൻസ്, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ അവനെ സഹായിക്കുന്നുണ്ടോ? പറയൂ, നിങ്ങൾ പറയൂ. ജീവിത സാഹചര്യങ്ങള്, കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങള്, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങള്, അതൊക്കെ അവനെ ബാധിക്കുന്നുണ്ടോ? അവന്റെ ശാരീരികമായിട്ടുള്ള എങ്ങനെയാണ് ബാധിക്കുന്നത്? രമ്യ പറയാമോ? ഫുഡിലുണ്ടാവും മിസ്സേ, ന്യൂട്രീഷൻ ഫുഡ് ഒന്നും കൊടുക്കാതെ. സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികളെയും ബാധിക്കും. കാരണം അത് കണ്ടല്ലേ കുട്ടികളും വളരുന്നത്. അപ്പൊ അവരുടെ സ്വഭാവത്തില് വളർന്നു വരുന്ന കുട്ടികൾ ഇത് കണ്ട് വളരുമ്പോഴത്തേക്കും അവരുടെ സ്വഭാവത്തിലും ആ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ സോഷ്യൽ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ
സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള വളർച്ചയല്ലേ മിസ്? അതെ, സാംസ്കാരികവും സാമൂഹ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുട്ടിയുടെ ലിവിങ് കണ്ടീഷൻസിനെ ബാധിക്കുന്നുണ്ടോ? ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അതായത് അവന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണെങ്കിൽ അവന്റെ ഫിസിക്കൽ കണ്ടീഷനും എങ്ങനെയായിരിക്കും? മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരിക്കും വളരുന്നത്. ഇപ്പൊ നമ്മള് ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, പാവപ്പെട്ട വീട് പണക്കാരുടെ വീട് എന്നൊന്നും വേർതിരിവ് പറയുന്നതല്ല, എങ്കിലും അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ കുറവുള്ള ആൾക്കാരുടെ വീട്ടിലെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല അല്ലെ? കൃത്യമായ പോഷകാഹാര ദിനം പ്രതി പാലോ മുട്ടയോ പഴമോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ്സോ ഒന്നും ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെ? ചിലപ്പോ വീട്ടില് ചിലപ്പോ ഒരു രാവിലെ കഞ്ഞിയും പപ്പടം ആയിരിക്കും ചിലപ്പോ ഉണ്ടാവുക, അത് ഉച്ചയ്ക്കും സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മാത്രമായിരിക്കും കുട്ടികൾ കഴിക്കുന്നത്. ദെൻ വൈകുന്നേരം വന്നാൽ സെയിം ഇത് തന്നെ അവസ്ഥ അല്ലെ? അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്നവരാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതാണ് അവരുടെ ലിവിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ് അല്ലെ? ഇപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്നവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നത് തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ശരിക്കും ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭക്ഷണക്രമങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? അതായത് മിക്ക ദിവസങ്ങളിലും സദ്യ പോലെ അല്ലെങ്കിൽ ബിരിയാണി എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ്സുകൾ ഇപ്പൊ രാവിലെയും ഭക്ഷണം ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ മോശമായ കുട്ടികൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട് മിസ്. അതേപോലെ തന്നെ അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശമായിരിക്കുള്ളൂ അല്ലെ? നമ്മൾക്ക് അവരെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും അല്ലെ? ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം ചിലത് നമ്മള് പഠിച്ച സ്കൂളില് കണ്ടിട്ടുണ്ട് അങ്ങനെ കുട്ടികളെ. അപ്പൊ ചോദിക്കുമ്പോ അച്ഛൻ എന്താണ് ജോലി? അച്ഛന് വയ്യാത്തോണ്ട് അച്ഛനെ നോക്കാൻ വേണ്ടി അമ്മ വീട്ടിലിരിക്കുകയാണ്. അമ്മ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും അവിടുത്തെ ഡ്രസ്സൊക്കെയാണ് ആ കുട്ടി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു കുട്ടീനെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒട്ടും ആരോഗ്യമില്ല, മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളപ്പാണ്ടുകളൊക്കെ വീണിട്ട്, അപ്പൊ വെള്ളപ്പാണ്ട് വരെ കുറവ് പോലെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ലിവിങ് കണ്ടീഷനും ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, യെസ്. ഞാൻ LPGS ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് മിസ്. അതുകൊണ്ട് അവിടെ പാവപ്പെട്ട കുട്ടികളാണ് കൂടുതലും. അതുകൊണ്ട് അറിയാൻ കുറച്ച് കാര്യങ്ങള് അവിടെ നിന്ന്. ഇതേപോലെ LPGS നമ്മുടെ പറവൂര് സ്കൂള് LPGS അറിയാൻ പറ്റും. അവിടെ 1-2 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഫുള്ള് അവിടുത്തെ പ്രോഗ്രാംസ് ഫുള്ള് ഞാനായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. 10-18 പ്രോഗ്രാംസ് ഒരുമിച്ച്. വലിയ എമൗണ്ട് ഒന്നും വാങ്ങിക്കൂല കേട്ടോ മിസ്. ശരി. The last one, the opportunity to recreation, self-expression, play, exercise, rest and sleep. The opportunities of recreation, self-expression, play, exercise, rest and sleep. ഇതെങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റീസ് ഓഫ് റീക്രിയേഷൻ. എന്താണ് റീക്രിയേഷൻ ആക്ടിവിറ്റി? വിനോദ പ്രവർത്തനങ്ങൾ അല്ലെ? എന്തൊക്കെ വിനോദ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം? ഓരോരോ ഗെയിംസ് കൊടുക്കാം. എന്താണ് കേട്ടില്ല? ഗെയിംസ് എന്തെങ്കിലും ഒക്കെ കൊടുക്കാം. ഗെയിംസ് കൊടുക്കാം. ഓക്കെ. പുസ്തകം വായന, ഡ്രോയിങ്. വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫുട്ബോൾ അങ്ങനെയുള്ള വിനോദങ്ങളാണോ മിസ്? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ആക്ടിവിറ്റി അവിടെ കിട്ടുകയാണ് കേട്ടോ. കണ്ടുപിടിച്ചിട്ട് വരാം. എന്തൊക്കെ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ജസ്റ്റ് ഹെഡിങ് കൊടുത്താൽ മതി, ചാപ്റ്ററിന്റെ പേരും കൊടുക്കാം. ഒരു 5 റീക്രിയേഷൻ ആക്ടിവിറ്റീസ് കണ്ടെത്താം കേട്ടോ. ഇല്ലേ പണി? അത് ആക്ടിവിറ്റി ബുക്കിലാണോ എഴുതണ്ടേ? KG സെക്ഷൻ കേട്ടോ. KG സെക്ഷൻ കേൾക്കാം. അല്ലാതെ നിങ്ങൾ റീക്രിയേഷൻ ആയിട്ട് ആക്ടിവിറ്റീസ് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ അത് എഴുതിക്കോ, പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് KG സെക്ഷനിലെ കുട്ടികളെയാണ്. നിങ്ങള് വേറൊരു കാര്യം പറയാം. നമ്മള് 3 to 6 years എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇത് വിട്ടേക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ഹൈസ്കൂൾ ലെവലിലെ ടീച്ചിങ് ആണെങ്കിലോ നമ്മൾ അതിൽ ഓൾറെഡി എല്ലാത്തിലും പ്രിപ്പയർഡ് ആയിരിക്കണം.
മോണ്ടിസോറി തന്നെ എൻവയോൺമെന്റിൽ കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലക്ക് പോകുന്നത് ഹൈസ്കൂളിലേക്കായിരിക്കും. അപ്പൊ എല്ലാ തരം കുട്ടികളെ ഒരേപോലെ പഠിപ്പിക്കാനായിട്ടുള്ള കപ്പാസിറ്റി അത് നിങ്ങൾ ആക്കിയെടുക്കും. നിങ്ങൾക്ക് ടാലന്റ് ഉള്ളവരാണ് എല്ലാവരും എങ്കിലും. അപ്പൊ അങ്ങനെയും കൂടി നിങ്ങൾ നോക്കിയിട്ടായിരിക്കണം പഠിക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ അഡോളസൻസിനെ കുറിച്ച് അല്ലെങ്കിൽ കൗമാരക്കാരെ കുറിച്ചുള്ള അവരുടെ ആക്ടിവിറ്റീസും പ്രവർത്തനമൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഓക്കെ, അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരുന്നു കേട്ടോ. അപ്പൊ KG സെക്ഷൻ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഓക്കെ, അത് എളുപ്പമാണ്. KG സെക്ഷൻ ആണ് എളുപ്പം, അഡോളസൻസിനെ കൈകാര്യം ചെയ്യാനാണ് എളുപ്പം. ഏതാണ്? KG സെക്ഷൻ ആണ് എളുപ്പം. KG സെക്ഷൻ കുട്ടികള് അനുസരിപ്പിക്കണം മിസ്. അതൊരു വലിയൊരു ചലഞ്ചാണ്. ഞാൻ ഒരുവിധം എല്ലാ ക്ലാസ്സും പഠിപ്പിച്ചിട്ടുണ്ട്. 8, 9, 10 ഹൈസ്കൂൾ ലെവലിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാ. നമ്മൾ പഠിക്കും, അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിലെ കൗമാര കാലഘട്ടമാണ് അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏജ് ആണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ നിന്ന് അധികം പ്രശ്നം ഉണ്ടാവില്ല. പെൺകുട്ടികള് ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ അനുഭവം വെച്ച് പറയാണ്, പെൺകുട്ടികള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. അതേപോലെ തന്നെയാണ് KG സെക്ഷൻ. KG സെക്ഷനിലെ പിള്ളേരെ വായുമ്പോൾ വരുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. നമ്മൾ പഠിച്ച കുട്ടികളൊന്നും അല്ല, വ്യത്യാസമാണ്. അപ്പൊ രണ്ടിനും പ്രിപ്പയർഡ് ആയിരിക്കാം. നമ്മൾ ശരിക്കും ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ തുടങ്ങേണ്ടത്. അതേപോലെ പ്രിപ്പയർഡ് ആണ്. കാരണം കുട്ടികളുടെ ചിന്താഗതികള് മാറി ആരോട് ഒരു ടീച്ചറാണ് എന്ത് പെരുമാറണം എന്നുള്ളത്. ടീച്ചർ പെൺകുട്ടികൾക്ക് ഇപ്പോ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ്. ചില പെൺകുട്ടികളുണ്ട്, പക്ഷെ അത്രയും ബോയ്സിൽ നിന്നില്ല. ആൺകുട്ടികളെ പിന്നെ പഠിപ്പിച്ചപ്പോ എനിക്ക് 10ാം ക്ലാസ്സിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ കുട്ടികൾ വെച്ചാൽ ബോയ്സ് ഒരു 34 പേര് ബോയ്സും ബാക്കി ഗേൾസ് ആയിരുന്നു. 22 പേര് ഗേൾസ് ആയിരുന്നു എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ആൺകുട്ടികള് ഫസ്റ്റ് ചെന്ന ദിവസം മിണ്ടാതിരിക്കുന്നത്, പക്ഷെ അവന്മാര് ഭയങ്കര പാവങ്ങളാ. എന്ത് സ്നേഹമാണെന്ന് അറിയാം പിള്ളേർക്ക് ആൺകുട്ടികൾ. പക്ഷെ പെൺപിള്ളേർക്ക് ഭയങ്കര നമ്മള് പെണ്ണായതുകൊണ്ടായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയുന്നത് അല്ലെ. അസൂയയും ഇഷ്യും ഒക്കെ കൂടി ഒന്നാമത് ആൺകുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ടീച്ചർ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എവിടെ കുട്ടികളാണ് എന്നോട് എപ്പോഴും സംശയം ചോദിക്കുന്നത്. അപ്പൊ അവരോടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവളുമാരെന്താണ് മിണ്ടാതിരിക്കും. ആ സമയത്ത് വർത്തമാനം പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടും. തോണ്ടി പിടിച്ചു, പിച്ചി മാന്തി, മുടി വലിച്ചു, അതൊക്കെ പറഞ്ഞു. 10ൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് നോക്കണം കേട്ടോ. പിന്നെ ഒരു ദിവസം ചോദ്യം ചെയ്തപ്പോഴാണ് അത് ടീച്ചർ എന്തിനാണ് ഇപ്പൊ അങ്ങനെ ചോദിച്ചത്, ടീച്ചർ എന്തിനാ ചോദിച്ചത്, അങ്ങനെ തിരിച്ചു ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കില്ല, അപ്പൊ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളത് അങ്ങനെ കൊടുക്കും. പക്ഷെ അതേപോലെ ചോദിക്കാനുള്ളൊരു പ്രവണത ഉള്ള കുട്ടികളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അതേപോലെ ഡ്രസ്സിങ് സെൻസ് ഒക്കെ വളരെ മോശമാണ്. യൂണിഫോംസ് ആണ് ഇടുന്നെങ്കിലും ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിന്റെ ഒരു യൂണിഫോം ഇടുന്നതിന് നമുക്കൊരു പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വളരെതായിട്ടുള്ള രീതിയിലാണ് വസ്ത്രധാരണം ചെയ്യുന്നത്. അത്രയും എനിക്ക് തോന്നുന്നു ബോയ്സിലില്ല. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ചാൽ അവര് നമ്മുടെ കൂടെ നിന്നോളൂ. അങ്ങനെയുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ മനസ്സിലാവും ആൺപിള്ളേരെ പ്രത്യേകിച്ച് കുഴപ്പമില്ല. പെൺപിള്ളേരെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഓക്കെ. അപ്പൊ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ എന്താണ്, കുട്ടികൾ വിനോദ പ്രവർത്തനങ്ങൾ ഗെയിംസിലൊക്കെ, പ്രത്യേകിച്ച് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ കൊടുക്കാൻ പറ്റും, അവർക്ക് എങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ഉൾപ്പെടുത്താം. ഇപ്പൊ നിങ്ങളുടെ നമ്മള് ബീറ്റ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്, ബീറ്റ്സ് കൗണ്ട് ചെയ്യുന്നത്. അവിടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം അല്ലെ, ബീറ്റ്സ് കൗണ്ടിങ്. അതേപോലെ തന്നെ ഇതുപോലെ എന്താണ് ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഈ ഡോട്ട് ലൈൻസിലൂടെ കുട്ടികളെ കൊണ്ട് ടോയ്സിൽ പെടുന്നാണെങ്കിൽ നമ്മൾ ബിൽഡ് ദ ഹൗസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കണ ഒരു, അങ്ങനെ ഏത് തരം ഗെയിംസ് അവർക്ക് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യാം. അതേപോലെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്താണ്, അവരെ കൊണ്ട് തന്നെ പാടിക്കുക, ഡാൻസ് ചെയ്യിക്കുക. അതാണോ സെൽഫ് എക്സ്പ്രഷൻ? എന്തായിരിക്കും സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നത്? ഇൻട്രൊഡക്ഷൻ. അവരെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുക. എന്താണ് മിസ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് ആര് പറയണം? നിങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുക അല്ലെ. നിങ്ങൾ നല്ല രീതിയിൽ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ ഫ്ലുവന്റ് ആയിട്ട് അതൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. സെൽഫ്
ഇൻട്രൊഡക്ഷന് നമുക്ക് സ്ട്രക്ചർ കൊടുക്കാം. അതായത് ബേസിക് കാര്യം തുടങ്ങി അവസാനം ഏത് കാര്യം വരെയാണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. ഓരോ കുട്ടികളെ കൊണ്ടും അത് പറയിപ്പിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അവര് നോർമലി പറയുള്ളൂ അല്ലെ, ഓരോ സെന്റൻസ് ഒക്കെ ആയിട്ട് വെറുതെ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യണം, അവരെ കൊണ്ടത് നല്ലൊരു സ്ട്രക്ചേർഡ് ആക്കി പറയാനുള്ള കോൺഫിഡൻസ്. അതായത് ഞാൻ വിഷ്ണു ആണ്, ഞാൻ എന്താണ് എവിടെയാണെന്നുള്ളത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ കുട്ടിയെ കൊണ്ട് ഇൻട്രൊഡക്ഷൻ പറയാൻ, സെൽഫ് ഇൻട്രോ ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അതാണ് നമ്മൾ ആദ്യം ബേസിക് കൊടുക്കേണ്ടത് അല്ലെ. നമ്മൾ എവിടെ പോയാലും സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ജോലിക്കാണെങ്കിൽ അപ്പൊ കുട്ടികൾ ഈ താഴത്തെ ലെവലിൽ നിന്ന് ആദ്യം പഠിക്കട്ടെ, അതായിരിക്കും ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാനുള്ള രീതിയിൽ. പിന്നെ ചില കുട്ടികൾ ഇപ്പൊ പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ഇപ്പൊ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ റോൾ പ്ലേസ് ചെയ്യിപ്പിക്കുക. പ്രോത്സാഹിപ്പിച്ചു മിസ്. ഇന്നലെ ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു 2 പക്ഷെ ചുമ ഉണ്ടായിരുന്നു മിസ്. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ദെൻ പ്ലേ അല്ലെ, വിവിധ തരത്തിലുള്ള കളിക്കാനുള്ള ഏത് തരം കളികളും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അല്ലെ. ഇപ്പൊ പഴയ കളികളൊക്കെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പഴയ തന്നെ നമ്മൾ കളിച്ച കളികളില്ലേ, കുളംകര അല്ലെങ്കിൽ മിഠായി പറക്കല്, പിന്നെന്താണ് നമ്മൾ കളിച്ച എന്തൊക്കെയാണ്, പിന്നെറിഞ്ഞ് കളി മിസ്. പിന്നെറിഞ്ഞ് കളി പിന്നെറിഞ്ഞൊന്നും കളിക്കണ്ട, പിന്നെ കുത്തും, ആകാശവും ഭൂമിയും കളിക്കാം. ഓക്കെ, മിസ് ഞങ്ങള് പഠിക്കണ സമയത്ത് ഞങ്ങളുടെ മിസ് ഇതുപോലെ ഹാൻഡ്സ് അപ്പ് ഹാൻഡ്സ് ഡൗൺ അത് പിന്നെ സിറ്റ് സ്റ്റാൻഡ് അതൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ചിരി വരുന്നില്ലേ, ഒരു 3-4 പ്രാവശ്യം ടീച്ചർ പറയുമ്പോൾ നമുക്ക് ചിരി വരും, കുറെ ചെയ്ത് തരും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് കൂളാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ബിഗിനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നാരങ്ങപ്പാല്, ചൂണ്ടയ്ക്ക് 2 ഇലകൾ ബജ്ജ. ഓക്കെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ആ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവരറിയട്ടെ, അവർ പഠിക്കട്ടെ, പറഞ്ഞു കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ടീച്ചർമാരായിട്ട് നിങ്ങൾ മാറണം കേട്ടോ. സാൻഡ് പേപ്പർ സിസ്റ്ററോ അങ്ങനെ എന്തോ കളിയൊക്കെയാണ് അവർ കളിക്കുന്നത് അല്ലെ. സാൻഡ് പേപ്പർ സിസ്റ്റർ വേറെ ഉണ്ടാണെങ്കിൽ ഇംഗ്ലീഷിലൊരു കളി, ട്രൂത്ത് ഓർ ഡയർ, അതൊക്കെയാണ്. അത് മോഡേൺ ആയിട്ടുള്ള കളികളാണ്. നമുക്ക് പഴയ കളികൾ പഠിപ്പിച്ചു കൊടുക്കുക. ആകാശം, ഭൂമി, കുളം, കര, അതേപോലെ എന്താണ്, പിന്നെ നമ്മൾ വളപ്പൊട്ട് കളിക്കുമല്ലേ, വളപ്പൊട്ട് ഓർമ്മയുണ്ടോ? വളപ്പൊട്ടൊന്നും കൊടുക്കണ്ടോ, വല്ല കയ്യിൽ ഈ 10 വിരൽ വെച്ചിട്ട് ഒരമ്മ കടക്കി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കത്തില്ലേ. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരമ്മൂമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി വെച്ചിട്ടുണ്ടോ? കുട്ടികൾ അറിയട്ടെ, അതൊക്കെ കുട്ടികൾ അറിയട്ടെ. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. സ്കൂളിൽ പോകണ എന്തായാലും നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറയണം. എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെയാണ്, ഈ കളികളാണ് കളിച്ചത്. ആർക്കും ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്നില്ലല്ലോ ചെറുത്, പക്ഷെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് കേട്ടോ. അപ്പൊ ആ പ്രസന്റേഷൻ ഒക്കെ ചെയ്യാനുള്ള കഴിവ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളപ്പോ വളരെ ട്രൂത്ത്ഫുൾ ആയ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാം. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നണം. നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുത്താലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നതനുസരിച്ച് കുട്ടികളുടെ കൂടെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പ്ലേസ് കൊടുക്കുക, എക്സസൈസ് ചെയ്യുക. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ ഈവനിങ് ടൈമിലും നമുക്ക് കുട്ടികളെ കൊണ്ട് എക്സസൈസ് ചെയ്യാവുന്നതാണ് അല്ലെ. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം, ഒന്ന് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ എക്സസൈസ് ചെയ്ത് പഠിക്കാം. പിന്നെ റെസ്റ്റ് ആൻഡ് മെഡിറ്റേഷൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഫിസിക്കൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് നമുക്ക് ഫിസിക്കൽ വികസനം സംഭവിക്കണമെങ്കിൽ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കണം അല്ലെ. നിങ്ങള് പാർട്ട് 1 ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നന്നായി ഉറങ്ങുന്ന ഒരു കുട്ടിയുടെ ശരീരം എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ? പഠിച്ചിട്ടില്ലേ? അല്ലെ, അവരുടെ പല്ലുകൾ എങ്ങനെയാണ്, കണ്ണുകൾ എങ്ങനെയാണ്, ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹെൽത്ത് കെയറിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഈ സൈക്കോളജി ടീത്ത് വൈറ്റ് ആൻഡ് ഷൈനിങ് ആയിരിക്കും. അതായത് നല്ല പിന്നെ ഐസ് ക്ലിയർ ആയിരിക്കും. ഐസ് ക്ലിയർ ആയിരിക്കും. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിരിക്കും. സ്കിന്ന് ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ,
എക്കോ ഉണ്ട്. എക്കോ വരുമ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ഫ്ലോ പോവും. പോയി. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് വെറുതെ ബ്രീഫ് പറഞ്ഞു പോയത്. ഫസ്റ്റ് വൺ എന്താണ്, കൺസെപ്ഷൻ പീരീഡിലുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. കൺസെപ്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗർഭധാരണ സമയത്ത് ലഭിക്കുന്ന സവിശേഷതകളും കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ മെന്റൽ ഹെൽത്ത് അല്ലെ, പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ മെന്റൽ ഹെൽത്ത് കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നു. ദെൻ ഗർഭാശയത്തിനുള്ളില് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളില് റിസീവ് ചെയ്യുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സും കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. അയ്യോ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഡി എന്ന പോയിന്റ് പറഞ്ഞോ? ഇല്ല മിസ്, ആ പോയിന്റ് പറഞ്ഞില്ലായിരുന്നു. കണ്ടീഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഡെലിവറി ടൈമില് അതിന് തൊട്ട് മുൻപായിട്ട് ചില പ്രഗ്നൻസി വുമൻസിന് നമ്മുടെ BP കൂടാറില്ലേ, BP, ബ്ലഡ് പ്രഷർ വേരിയേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് സംഭവിക്കുമ്പോൾ അത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനാണ് അത് ബാധിക്കുന്നത് അല്ലെ. ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഹൈ BP വരുന്ന പേഷ്യൻസ് ഉണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ മിസ് BP ആയിരുന്നു മിസ്. എന്നിട്ട് 6th മന്തിലാണ് കുഞ്ഞിനെ എടുത്തത്. അതാണ് ഹെൽത്ത് കെയർ കണ്ടീഷൻ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതും അതും എങ്ങനെ ബാധിക്കുന്നുണ്ട്, തീരെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബ്ലഡ് പ്രഷർ ആണ് ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത്. BP കൂടുന്നതിനനുസരിച്ച് അത് കുട്ടിയുടെ ബ്രെയിൻസിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി വുമണിന്റെ മെന്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും ഒരേപോലെ ഡിസ്റ്റർബ് ആക്കുന്നു. ചിലർക്ക് ചിലപ്പോൾ ചില ടെൻഷൻ മൂലം പ്രഷർ കൂടാം അല്ലെ, ഡെലിവറി എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ടെൻഷനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇൻ കേസ് ചില ആക്സിഡൻസുകളോ ചിലപ്പോ എന്തെങ്കിലും ഇതേപോലെ മരണങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആരെങ്കിലും മരണം അങ്ങനെയൊക്കെ വന്നില്ല നമുക്ക് എന്നാ ടെൻഷനാവും, BP കൂടും. പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ലേ, ഇപ്പൊ പ്രഗ്നൻസി വുമണിനെ ഉത്സവം നടക്കുന്ന സമയത്ത് കൊണ്ടുപോകാറില്ല, പടക്കം പൊട്ടുന്ന ഒച്ച കേൾക്കുമ്പോ പെട്ടെന്ന് പേടിച്ചോന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ അതായത് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മയെ കുഞ്ഞെ ഒരേപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫിസിക്കൽ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നും BP ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നാലും ആ ഡെലിവറി ടൈമിൽ അത് കുഞ്ഞിനെ ആയിരിക്കും, കുഞ്ഞിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, യെസ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ശരണ്യ, പടക്കം പൊട്ടിക്കുന്ന സമയത്ത് പോവരുതെന്ന് പറഞ്ഞ സത്യാണെന്ന്. ഇതേപോലെ ഞങ്ങളെ അടുത്തുള്ള ഉത്സവത്തിന് ഞാനും കൂടി ഞെട്ടി സൗണ്ട് കേട്ടപ്പോ. അപ്പൊ വയറ് നല്ല അനക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പ്രസവിച്ചു. പക്ഷെ ഉപകാരം ഉണ്ടായില്ലേ? അപ്പൊ ഇതിൽ ഏതാണ് ഞാൻ ആക്ടിവിറ്റി തന്നത് നിങ്ങളോട്? റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക അല്ലെ. വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താം കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ പേര് ആക്ടിവിറ്റി ബുക്കിലാണ് എഴുതേണ്ടത്. ആക്ടിവിറ്റി ബുക്കിൽ ഇതൊക്കെ ആക്ടിവിറ്റി എപ്പോ ഭയങ്കരമായിട്ട് കേൾക്കുന്നു മിസ്. ഇപ്പം ആളാണ് മുഹമ്മദ് എന്നൊന്ന് ആരാണ്? ആളുടെ മൈക്ക് ഓണായതുകൊണ്ടാണ് കേട്ടോ. അതെ, ഇതിന്നാണ് മിസ് വരുന്ന സൗണ്ട്. മുഹമ്മദ് സുബീർ ആരാണ്? ഇപ്പോഴാ ഓണാക്കിയത്. നിങ്ങൾ ക്ലാസ് റൂമിലൊക്കെ ഓഫ് ചെയ്യോ, മൈക്ക് ഓഫ് ചെയ്യോ? നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയാൽ മതി, അത് ക്ലാസ് റൂമിലോട്ടൊന്നും അയച്ചു കൊടുക്കണ്ട. ഞാൻ ഇതേപോലെ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് 1-2 പേരെ കൊണ്ട് അത് വായിപ്പിക്കുള്ളൂ കേട്ടോ. ക്ലാസ് റൂമിൽ ഇടേണ്ടതാണെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയും, അപ്പോൾ ഇട്ടാൽ മതി നിങ്ങൾ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഉള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്സ് ആണ്. ഇത് കൂടി ഒന്ന് വായിച്ചിട്ട് വരട്ടെ. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നമ്മൾ അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാം. ഇതിനൊരു നോട്ട് ഉണ്ട്, എക്സ്ട്രാ ഒരു നോട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് 5 എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ആയിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് 5 എണ്ണം കേട്ടോ.
സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സ്വന്തമായ ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റി സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. മിസ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അല്ലേ നോക്കണ്ടേ? അതായത് ഔട്ട്ഡോർ അല്ലല്ലോ. ക്ലാസ്സിലോ കുട്ടികളെ കൊണ്ട് ഗ്രൗണ്ടിലോ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റീസും ഉൾപ്പെടുത്താം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് കണ്ടെത്താം. ഓക്കെ, ഇത് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? Thank you so much, Miss, for today's class. I really enjoyed it. Your class was very helpful and special thanks for you, Miss. And thank you all, Sanat Sharina. Okay, thank you. Have a nice day. പിന്നെ നമ്മള് നെക്സ്റ്റ് ഫ്രൈഡേ കാണുള്ളൂ അല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും വിജയിക്കാൻ അമ്പലത്തിൽ വെച്ച് കാണാം. ടൈം പറയണം മിസ്. എന്തോ അവധി ഉണ്ടാവും, നിങ്ങളോട് ഇൻഫോം ചെയ്യോട്ടോ എങ്ങനെയാണ് അവധി എന്നൊക്കെ. അയ്യോ ഞങ്ങൾക്കും വേണം മിസ് അവധി. ബുക്ക് വെക്കണം. തിങ്കളാഴ്ച തൊട്ട് അവധിയാണല്ലേ? നിങ്ങൾ ബുക്ക് വെക്കും, മോണ്ടിസോറിയുടെ ടെക്സ്റ്റ് ഉണ്ടായി വെക്കട്ടോ. നല്ല കാര്യമല്ലേ? നിങ്ങൾക്കൊരു അവസരം കിട്ടിയല്ലേ നിങ്ങൾക്ക് പൂജ വെക്കാൻ. അതെ മിസ്, കുട്ടികളുടെ ഒപ്പം ഞങ്ങളുടെയും ബുക്ക് വെക്കാം. ഓക്കെ, ശരി. വിജയദശമി കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാട്ടോ. സസ്പെൻസ് ആണ്. വിജയദശമി ആശംസകൾ മിസ്. ശരി, താങ്ക് യു.